മൺചട്ടികളിൽ പാചകം ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടോളൂ. സാധാരണ രീതിയിൽ മൺചട്ടികൾ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വളരെ നൊസ്റ്റാൾജിയുള്ള ഒന്നാണ്. അതിൽ വയ്ക്കുന്ന പച്ചക്കറി ആണെങ്കിലും മീൻ വിഭവങ്ങളാണെങ്കിലും മീൻ കറി അതൊക്കെ ആണെങ്കിലും എനിക്കെന്നല്ല എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതും വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഈ മൺചട്ടികൾ 100% സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് മാത്രമല്ല, അതിൽ കുറേ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മൺചട്ടികളിൽ ലെഡ്, കാഡ്മിയം പോലുള്ള ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ചൂടുള്ള നല്ല താപനിലയിലൊക്കെ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ഈ ഹെവി മെറ്റൽസൊക്കെ ഭക്ഷണത്തേക്ക് കലരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ മൺചട്ടികൾക്ക് തിളക്കം കിട്ടാനും അതുപോലെ തന്നെ നിറങ്ങൾ ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് കാഡ്മിയം, ലെഡ്, ബാൾട്ട് പോലുള്ള രാസവസ്തുക്കളൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. WHO ഒക്കെ പറയുന്നതിനും 10 മടങ്ങ് കൂടുതലാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്ന ഹെവി മെറ്റൽസിൻ്റെ അളവെന്ന് പറയുന്നത്. ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ നമുക്ക് തോന്നുന്നൊരു സംശയമാണ്, എങ്ങനെ നമുക്ക് നല്ല മൺപാത്രങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അടുത്തൊരു സംശയമായിട്ട് നമുക്ക് തോന്നുക. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് എനിക്കറിയില്ല. അതായത് ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസ് കുറഞ്ഞിട്ടുള്ള മണ്ണിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മൺപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഫുഡ് ഗ്രേഡ്, ലെഡ് ഫ്രീ എന്നൊക്കെ ലേബലുകളുള്ള മൺപാത്രങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നെ അധികം നിറമോ അധികം തിളക്കോ അധികം മിനുസോ ഒന്നുമില്ലാത്ത സാധാരണ മൺപാത്രങ്ങൾ, നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന മൺപാത്രങ്ങളുണ്ട്. വലിയ തിളക്കൊന്നും ഉണ്ടാവില്ല, വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിലൊന്നും തന്നെ ഇത്രയും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കുന്ന ഹെവി മെറ്റൽസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അത്തരം മൺപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ജിംബുടുക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.